ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ശവത്തെ കുത്താനാണെങ്കിൽ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ ശവത്തിൽ കുത്താനാണെങ്കിൽ ഇതിലും വലിയൊരു അവസരം വേറെയില്ല. പക്ഷേ ഇന്ന് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. എന്നാലും പറയണമല്ലോ, ചില വേദനിപ്പിക്കുന്ന ട്രോമകൾ നമ്മൾ പറയണമല്ലോ. 2006 തോന്നുന്നു നമ്മൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് മാറുന്നത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് മാറിക്കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു. കാരണം ഒന്നാമത് കയ്യിൽ കാശില്ല, നമ്മുടെ സ്റ്റാർ പ്ലെയേഴ്സ് എല്ലാം നമ്മുടെ ക്ലബ്ബ് വിട്ടുപോകുന്നതിനേക്കാളും വിൽക്കേണ്ട അവസ്ഥ വരുന്നു. കാരണം ബുക്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിൽക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ തിയറി ഹെൻറി, പാട്രിക് വിയറ, അലക്സാണ്ടർ ക്ലബ്ബ്, അലക്സ് സോങ്സ്, ഞാനിങ്ങനെ വരിയായിട്ട് പറഞ്ഞു വരുവാണ്. അപ്പോഴാണല്ലോ മാൻ സിറ്റിയുടെ ഉയർന്നു വരുന്ന ആ ഒരു കാലഘട്ടം. ഞാൻ ആ സമയത്ത് കോളേജിലൊക്കെ പഠിക്കുക. മാൻ സിറ്റിയുടെ ഫീഡർ ക്ലബ്ബായിരുന്നു. നമ്മൾ ടാലൻസിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. മാൻ സിറ്റിയുടെ അക്കാഡമി ആയിരുന്നു നമ്മൾ ടാലൻസിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് മാൻ സിറ്റി നൈസായിട്ട് സീസൺ തുടങ്ങുന്നതിന് മുമ്പും ജാനുവരി സീസണിലും വന്നിട്ട് സമീർ നാസ്രി, ഗെയിൽ ക്ലീച്ചെ, അഡബയോർ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ വന്ന് മേടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് ഞാനൊന്നും ഈ മരിക്കുന്നവരെ ഞാൻ മറക്കത്തില്ല. വാൻ പെർസിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അലക്സ് ഫെർഗസൺ മേടിച്ചിട്ട് ആ നെക്സ്റ്റ് സീസൺ അവർ കപ്പടിച്ചിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ട ആ ഒരു അവസ്ഥയൊന്നും, അങ്ങനത്തെ ആ ഒരു പ്രൈഡ് സ്വോളോയിങ് എറയിലൂടെ പോയ ആർസണൽ ഫാൻസാണ്. ഹാർഡ് കോർ ആർസണൽ ഫാൻസ് എല്ലാം ഈ ഒരു അവസ്ഥയിലൂടെ പോയതാണ്. പ്രൈഡ് സ്വോളോയിങ് അവസ്ഥ. ഓക്കെ, അന്നും ആർസൺ വെങ്കർ ചെയ്തൊരു കാര്യമുണ്ട്. ഹി മെയ്ഡ് ഷുവർ നമ്മൾ 4ാം സ്ഥാനത്ത് എല്ലാ സീസണും ഫിനിഷ് ചെയ്തെന്ന്. ഈ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിക്കാൻ പറ്റി. അതിൽ നിന്ന് എത്രയെങ്കിലും ആയിട്ട് നമ്മൾ എത്രയും അഡ്വാൻസ് ചെയ്യുന്ന അത്രയത്തിൻ്റെ റവന്യൂ ജനറേഷൻ, അങ്ങനെ പിന്നെയും ബുക്സ് ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും കാലത്തിനിടെ ഒരു പ്രാവശ്യം പോലും ആർസൺ വെങ്കർ ബോർഡിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഓക്കെ, കാശില്ല, പ്ലേയേഴ്സ് ഇല്ല. വരുന്ന പ്ലേയേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർവാൻ ഷമാക്ക്, ഓർമ്മയുണ്ടോ? അങ്ങനത്തെ ചാത്തനൈറ്റം ഒക്കെ ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്ന പ്ലേയേഴ്സ്. പിന്നെ ലാസ്റ്റ് ഒക്കെയാണ് നമുക്ക് ഓസിലും നമ്മുടെ ഒബമയാങ്ങും ഒക്കെ വന്നു തുടങ്ങിയത്. ലാക്കസെറ്റ്, പൊഡോൾസ്കി, അപ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറച്ച് ക്യാഷ് ആയി തുടങ്ങി. അപ്പം ഈ ഒരു എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു പണിയും ആ ഒരു മൂവ്, ഹൈബ്രിയിൽ നിന്ന് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്കുള്ള ആ ഒരു മൂവും നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ നമ്മുടെ ക്ലബ് ആസ് എ സക്സസ് എന്ന് വെച്ചാൽ ട്രോഫി എന്നുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ ആ ഒരു കാലഘട്ടം. എന്നിട്ട് ആ കാലഘട്ടത്തിലും FA കപ്പ് ജയിക്കാൻ ആർസൺ വെങ്കറിന് പറ്റി ഒരിക്കൽ. അത് കഴിഞ്ഞ് നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു. നമ്മൾ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വന്ന് നിൽക്കുന്നു. ഞാനിതിപ്പോൾ ഇത്രയും വലിയ കഥ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർക്കണം, ആ സമയത്താണ് നമ്മൾ 8-2 നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും വലിയൊരു കഥ എന്തിനാ പറഞ്ഞതെന്ന്, ഇയാളെന്തിനാ ഇത്രയും വലിയൊരു കഥ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന റൈവൽ ഫാൻസ് ആരും ഓക്കെ, അവർക്ക് ആ ഒരു സ്റ്റേഡിയം മൂവ് അതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവരിങ്ങനെ അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ ആരും തന്നിട്ടില്ല. അത് എക്സ്പെക്ട് ചെയ്ത നമ്മളൊക്കെ ആയിരിക്കും ചിലപ്പം വിഡ്ഢികൾ. എന്നാലും ഈ ഒരു കൺസിഡറേഷൻ ഒന്നും നമുക്ക് ആരും തന്നിട്ടില്ല. എന്നാലും ആ സമയത്ത് വെങ്കർ ബോൾ ഉണ്ടല്ലോ, ഷോർട്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ നമ്മൾ കളിച്ചിരുന്നു.
ഓക്കെ, കളി തോറ്റാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ കളി കളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആ ഭയങ്കര ബോൾ അറിയാമല്ലോ, നോർവിച്ചിനെതിരെയുള്ള ജാക്ക് വിൽസന്റെ ഗോള് തന്നെ അതിന് ആ കിരീടത്തിന്റെ ഒരു തൂവലാണ്. സോ ആ ഒരു സമയത്തൊന്നും ആരും നമ്മളെ കൺസിഡർ ചെയ്തിട്ടില്ല, ഒരുത്തനും നമ്മളെ കൺസിഡർ ചെയ്തിട്ടില്ല, ഒരു റൈവൽ ഫാൻസും നമ്മളെ കൺസിഡർ ചെയ്തില്ല. അതേസമയം ഇവരൊക്കെ നമ്മുടെ ശവത്തിൽ കുത്തുന്ന പരിപാടിയാണ് നമുക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത്. ശവത്തിൽ കുത്തുന്ന പരിപാടിയാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എന്നെ ശവത്തിൽ കുത്തുന്ന പരിപാടിയായിരുന്നു നമുക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്പർ 1 സാധനം എന്ന് പറയുന്ന ആ ഒരു അസൂയായിരിക്കും. നമ്മൾ ഇൻവിൻസിബിൾ സീസൺ കഴിഞ്ഞിട്ട്, ഇൻവിൻസിബിൾ സീസൺ നമുക്ക് ഇതുവരെ വേറെ ആർക്കും അടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. സോ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു അസൂയ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കോളേജിലൊക്കെ മുണ്ടും തലയിൽ കൂടെ ഇട്ടുകൊണ്ടൊക്കെയാണ്, അതും ചെന്നൈയിലാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ മലയാളികൾ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. അല്ല, അതൊക്കെ ഞാൻ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി. ഇപ്പം ആ സമയത്തൊക്കെ ഫേസ്ബുക്കാണ് കൂടുതലും ടാഗിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ ട്രോളിലൊക്കെ ടാഗിങ് ആയിരുന്നു അന്നത്തെ പരിപാടി. എത്ര വർഷത്തെ ആ ഒരു സഫറിങ് ആണ് നമ്മൾ കടന്നു വന്നത് നമ്മളൊന്ന് ആലോചിക്കണം. ആസ് ആൻ ആർസണൽ ഫാൻ, ഓക്കെ, എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്നെക്കാട്ടിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥ നിങ്ങളിൽ പലർക്കും കാണും. അപ്പം എന്തായാലും ഞാൻ ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന്. ആ ശവത്തെ കുത്തുന്ന പരിപാടി ഞാനിന്ന് ചെയ്യുന്നില്ല, ഓക്കെ. പക്ഷേ ഇന്നലത്തെ കളിയെ പറ്റി ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പറ്റും, ഓക്കെ. ഡു യു നീഡ് എ പ്രൊഫഷണൽ ടീം ടു ബീറ്റ് ദിസ് ടീം? ഇതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. എന്നിട്ട് നിങ്ങൾ ഇത്, എനിക്ക് തോന്നുന്നു ഗ്രിംസ്ബി ടൗൺ ഈസിലി 4 ഗോൾ അടിക്കായിരുന്നു. ഞാൻ ഇന്നലെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ലൈവ് നിൽക്കുമ്പോൾ അവർ ഗ്രിംസ്ബി ടൗൺ 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1 എന്നുള്ള ഒരവസ്ഥയിൽ കംബാക്ക് തുടങ്ങിയ ഒരവസ്ഥയിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. എൻ്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിന്നത്. എനിവേ, വാട്ട് വെന്റ് റോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതിൽ ആമറമിനെ ഞാൻ അധികം കുറ്റം പറയുന്നില്ല ഇന്ന്, കാര്യമായിട്ട് പറയണം. ഞാൻ ഇതിന് പ്ലേയേഴ്സിനെ മാത്രമേ ഞാൻ കുറ്റം പറയൂ. ഗ്രിംസ്ബി ടൗണിനെ പോലെ ഒരു ടീമിനെ തോൽപ്പിക്കാൻ ആമറമിൻ്റെ മാസ്റ്റർ ക്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല. വേർ ഈസ് ദ ഹാർട്ട്? നിങ്ങളുടെ ഹൃദയം എവിടാ? സീരിയസ്ലി, വേർ ഈസ് യുവർ ഹാർട്ട്? ഇഫ് യു ആർ നോട്ട് പ്ലേയിങ് ഫോർ ദ ബാഡ്ജ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നലത്തെ കളിയിൽ. യു ആർ നോട്ട് പ്ലേയിങ് ഫോർ ദ ബാഡ്ജ്. നിങ്ങൾ 3 സ്റ്റോപ്പ് സൈനിങ് നടത്തി. കുനിയ, സെസ്കോ, എംബോമോ. സെസ്കോ 95th മിനിറ്റിൽ ഒരു ഓപ്പൺ ചാൻസ് എന്ന് തന്നെ പറയണം, അത് അടിച്ച് മേളിക്കൂടെ കളഞ്ഞു. എംബോമോ, നിങ്ങളുടെ തിരിച്ചുവരവിന് സ്റ്റാർട്ട് ഇട്ടത് എംബോമയാണ്. പക്ഷെ എംബോമയാണ് ലാസ്റ്റ് പെനാൽറ്റി മിസ് ചെയ്യുന്നത്. കുന്യ എഗെയിൻ ഒരു ക്രൂഷ്യൽ പെനാൽറ്റി, അതായത് 5ാമത്തെ പെനാൽറ്റി. ആ പെനാൽറ്റി അടിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ത്രൂ ടു നെക്സ്റ്റ് റൗണ്ട്. കുന്യ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറാനുള്ള ക്രൂഷ്യൽ പെനാൽറ്റി അടിച്ചു തീർപ്പിച്ച് കളയുന്നു. സോ നിങ്ങൾ മേടിച്ച 3 പ്ലെയേഴ്സും they did not rise up to the level that you guys are expecting. നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ആമറും വിചാരിച്ചത്, ഇവരൊക്കെ they will take you to the next level എന്നുള്ള ലെവലിലാണ് നിങ്ങൾ മേടിച്ചെന്ന് തോന്നുന്നു. ഒന്നുമില്ല, നത്തിങ്. ആർസണലിനെതിരെ ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ നടത്തി. അതെനിക്ക് തോന്നുന്നത് ലൈക്ക് ആ ഒരു ഫസ്റ്റ് ഗെയിം ആർസണൽ ആ ഒരു സ്പിരിറ്റ് സൈഡിലങ്ങാണ്ട് കിടപ്പുണ്ട്. അതിൻ്റെ പേരിൽ മാത്രം അന്നത്തെ ആ ഒരു ഇറ്റ് ഈസ് ജസ്റ്റ് 1 day പെർഫോമൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫുൾഹാമുമായിട്ടൊക്കെ
അട്ടർ ഹൊറിബിൾ ഗെയിമാണ് കളിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ജസ്റ്റ് മിസ്സാണ് ഫുൾഹാമുമായിട്ടൊക്കെ നിങ്ങൾ തോക്കാതെ പോയത്. ഇറ്റ് വാസ് വൺ ഗെയിം പെർഫോമൻസ്. അത് കണ്ടിട്ട് ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് എന്താണ് വിചാരിച്ചു, മാഞ്ചസ്റ്റർ ഈസ് ബാക്ക് എന്ന്. ഞാനും വിചാരിച്ചോ, ഓണസ്റ്റ്ലി ഞാനും വിചാരിച്ച. കാരണം അത്രയ്ക്ക് നല്ലൊരു ഡിസ്പ്ലേ ആയിരുന്നു നമുക്കെതിരെ അവർ കാഴ്ചവെച്ചത്. ഇതിനകത്ത് ഇനിയിപ്പം വളരെ സിമ്പിളായിട്ട് പറയാം, മാനേജറും ശരിയല്ല, പ്ലെയേഴ്സും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് പെത്തറ്റിക്. മാനേജർ ഈസ് നോട്ട് വില്ലിങ് ടു ചേഞ്ച് ഹിസ് ടാക്ടിക്സ്. ഞാൻ എൻ്റെ ടാക്ടിക്സ് ഇങ്ങനെ തന്നെ ചെയ്യും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പെനാൽറ്റി എടുക്കുമ്പം ഒരു കോച്ചിന് എങ്ങനെ ഇങ്ങനെ തലകൂലിച്ചിരിക്കാൻ പറ്റുന്നു? അതുപോലെ തന്നെ 70ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ട് മറ്റേ ടാക്ടിക് ബോർഡ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അതാണ് സ്പേസ്, എങ്ങനെയാണ് പ്ലെയേഴ്സിനെ വെക്കണം. വാട്ട്? ഗ്രിംസ്ബി ടൗണിനെതിരെ യു നീഡ് ടാക്ടിക് ബോർഡ്. അതാ ഞാൻ പറഞ്ഞ, പ്ലെയേഴ്സും ശരിയല്ല, മാനേജറും ശരിയല്ല. ഓക്കെ, കംപ്ലീറ്റ് അഴിച്ചുപണി വേണം, എങ്കിലേ ശരിയാവും. ദിസ് ഇസ് ഫാക്ട്. ഇപ്പം ഞാൻ ഇത് ശവത്തിൽ കുത്തിയതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. കാരണം ഇന്നലെ നെയിം മീ വൺ പ്ലെയർ, ഒരു പ്ലെയറിൻ്റെ പേര് പറ ഇന്നലെ എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നു എന്ന് ഒരു പ്ലെയർ. ചിലപ്പോൾ ഹാരി മഗ്വയറിൻ്റെ പേര് പറയുമായിരിക്കും. എടേ, ഒരു ഡിഫൻഡറിനൊക്കെ ചെയ്യുന്നതിന് പരിധിയില്ലേടേ. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിപ്പം എന്താണെങ്കിലും നോ പ്രോബ്ലം. പക്ഷേ സഭ്യത പാലിക്കുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഗൈസ്.